തലപ്പത്തെ പോര് തുടരുന്നു. എൻ പ്രശാന്ത് IASന്റെ വിചാരണയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മലക്കം മറിഞ്ഞതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഫെബ്രുവരി 10 പ്രശാന്ത് നൽകിയ അപേക്ഷയിൽ ലൈവ് സ്ട്രീമിംഗ് ആൻഡ് റെക്കോർഡ് അനുവദിക്കാം എന്ന് ചീഫ് സെക്രട്ടറി 4 ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് ആ നിലപാടിൽ നിന്ന് ചീഫ് സെക്രട്ടറി പിന്നാക്കം പോവുകയായിരുന്നു. രേഖാമൂലം പ്രശാന്ത് ആവശ്യപ്പെട്ട രീതിയിൽ ഹിയറിംഗ് നടത്താൻ കൃത്യമായി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആദ്യം ഇറക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി 11 ചീഫ് സെക്രട്ടറി പുതിയ ഉത്തരവിറക്കി. ഇതിൽ ലൈവ് സ്ട്രീമിംഗ് ആൻഡ് റെക്കോർഡ് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ആദ്യ ഉത്തരവിന്റെ ഡ്രാഫ്റ്റിംഗിൽ പറ്റിയ പിഴവാണെന്നും ലൈവ് സ്ട്രീമിംഗ് ആൻഡ് റെക്കോർഡ് അനുവദിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. ജയതിലക് ഉൾപ്പെടെയുള്ള ഉന്നത IAS ഉദ്യോഗസ്ഥരുടെ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ രേഖാമൂലം പരാതിയെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നുവെങ്കിൽ അതിൽ നടപടിയുണ്ടായില്ല. ഈ വിവരങ്ങൾ ലൈവ് സ്ട്രീമിംഗിൽ പ്രശാന്ത് ഉന്നയിക്കുന്നത് സർക്കാരിന് തലവേദനയാകും എന്ന തിരിച്ചറിവ് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലെ തിരുത്ത് എന്ന് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ പറയുന്നു. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണം എന്ന ആവശ്യം നിരസിക്കപ്പെട്ടതിന് പിന്നാലെ പരിഹാസവുമായി പ്രശാന്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പഴയ സിനിമാ രംഗം പോസ്റ്റ് ചെയ്ത് IAS ഓഫീസർമാർ വിധേയരായി പെരുമാറേണ്ടത് ഇങ്ങനെ എന്ന് പരിഹസിച്ചിരിക്കുന്നത്. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതിന് പിന്നാലെ പരിഹാസവുമായി പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. IAS ഓഫീസർമാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കാണിക്കാൻ നസീറും ഷീലയും അഭിനയിച്ച ഒരു സിനിമയിലെ ഭാഗമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഷീല ഭയചകിതയായി പെരുമാറുന്നത് പോലെ IAS ഓഫീസർമാർ പെരുമാറണം എന്നാണ് പ്രശാന്ത് ആവശ്യപ്പെടുന്നത്. പോസ്റ്റിൽ മുതിർന്ന IAS ഓഫീസർമാരെ ലക്ഷ്യമിട്ടും പരിഹാസമുണ്ട്. ഹിയറിംഗിന് ഏപ്രിൽ 16 ഹാജരാകാനാണ് പ്രശാന്തിന് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം കൂടി വായിക്കാം. ഓൾ കേരള സിവിൽ സർവീസ് അക്കാദമി പിച്ചി, മാന്തി, നുള്ളി എന്നീ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥരോടും മാധ്യമങ്ങളോടും പെരുമാറേണ്ട രീതി എങ്ങനെ? നല്ല വിധേയത്വം വേണം. ഈ വിഷയം പഠിപ്പിക്കുന്ന പ്രൊഫസർ അടിമക്കണ്ണ് അതിനായി ഉപയോഗിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണ് നാസ പുറത്തുവിട്ടത്. ഒന്നും തോന്നരുത്. ഗോഡ്ഫാദർ ഇല്ലാത്ത, വരവിൽ കവിഞ്ഞു വരുമാനമില്ലാത്ത, ക്രിമിനൽ കേസുകളൊന്നുമില്ലാത്ത, പീഡോഫിലിയ കേസ് ഒതുക്കി തീർക്കാനില്ലാത്ത, തമിഴ്നാട്ടിൽ ട്രിപ്പറും കാറ്റാടിപ്പാടങ്ങളും ഇല്ലാത്ത, ബന്ധുക്കൾക്ക് ബാറില്ലാത്ത, പത്രക്കാർ പോക്കറ്റിലില്ലാത്ത, ഡാൻസും പാട്ടും അറിയാത്ത, മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഇല്ലാത്തവർക്ക് മാത്രമാണ് ഈ ക്ലാസ് ബാധകം. പ്രൊഫസർ അടിമക്കണ്ണിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നവർ ആത്മാഭിമാനം, നീതി, ന്യായം, സുതാര്യത, നിയമം, ഭരണഘടന എന്നൊക്കെ പുലമ്പും. കാര്യമാക്കണ്ട. ധർമ്മോ രക്ഷതി രക്ഷതി രക്ഷിത. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഹിയറിംഗിന്റെ ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്യണം, തത്സമയ സ്ട്രീമിംഗ് വേണം എന്നീ ആവശ്യങ്ങൾ അസാധാരണമാണ് എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് സാധ്യമല്ല. വകുപ്പ് തല നടപടിയുടെ ഭാഗമായിട്ട് 2 ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് എങ്ങനെ ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ മറുചോദ്യം. ഹിയറിംഗിന് ഹാജരായ ചട്ടപ്രകാരമുള്ള നടപടി പൂർത്തീകരിക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. പൊതു താൽപര്യം പരിഗണിച്ചാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാണ് പ്രശാന്ത് പറയുന്നത്. തന്നെ കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറാകണം എന്നാവശ്യപ്പെട്ട പ്രശാന്ത് നേരത്തെ കത്ത് നൽകിയിരുന്നു. നോട്ടീസിന് മറുപടിയായി പ്രശാന്ത് നിരവധി കത്തുകൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ മറുപടി ഉണ്ടായിരുന്നില്ല. എൻ പ്രശാന്തിന്റെ വാദങ്ങളെ ചീഫ് സെക്രട്ടറി തള്ളുന്നതോടെ ഹിയറിംഗിന് ഹാജരാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചു എന്ന ആരോപണത്തിൽ പ്രശാന്ത് ഇപ്പോൾ സസ്പെൻഷനിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.